ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഈ ഒരാഴ്ചയിലെ ക്യാപ്റ്റൻ ജാസ്മിൻ ആയിരുന്നു. പക്ഷേ ജാസ്മിൻ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാഴ്ചയായിരിക്കും ഇപ്പോൾ കഴിഞ്ഞു പോയത്. മറ്റൊന്നുമല്ല, നമ്മുടെ പുറത്തുനിന്ന് വന്നിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷം പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സായി കൃഷ്ണ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ഏകദേശം മനസ്സിലായി പുറത്ത് ഫുൾ നെഗറ്റീവാണ്, പുറത്ത് പ്രേക്ഷകരുടെ ഇടയിലും കുടുംബത്തിനിടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ നെഗറ്റീവാണ് എന്നുള്ളത് ജാസ്മിൻ മനസ്സിലാക്കിയതിന് ശേഷം ജാസ്മിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാം. വളരെ എന്താ പറയുക, ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു ആഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിനിടയ്ക്ക് നമ്മുടെ സിനിമയിൽ ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഒന്ന് കരയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജാസ്മിനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം നൽകി പറഞ്ഞു വിട്ടിരിക്കുകയാണ് നമ്മുടെ സിബിൻ. മറ്റൊന്നുമല്ല, ഇപ്പോൾ അവിടെ വിഷു ആഘോഷങ്ങൾക്കുള്ള പ്രാക്ടീസ് നടക്കുകയാണ്. അതിനിടയ്ക്ക് ചെറിയ ഒരു കശവിശ അങ്ങോട്ടും ഇങ്ങോട്ടും സിബിനും ജാസ്മിനായിട്ട് ഉണ്ടാവുന്നു. അതിനുശേഷം ജാസ്മിൻ പോയിരുന്ന ഒരേ കരച്ചിലാണ്. അത്രയും കരയാൻ മാത്രമുള്ള ഒരു ഡയലോഗൊന്നും സിബിൻ അടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരാഴ്ചത്തെ കാർമേഘങ്ങൾ ഒരുമിച്ച് പെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ജാസ്മിൻ. ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. അതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അവിടുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇതൊരു ഗെയിമാണ്, പലരും പലതും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പലരും പലതും പറഞ്ഞ് നമ്മളെ തളർത്താൻ ശ്രമിക്കും, അതിലൊന്നും വീഴരുത്, ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ജാസ്മിൻ്റെ മനസ്സിൽ ആ പുറത്തുള്ള നെഗറ്റീവ് ഇങ്ങനെ കനം കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ.